ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ റെസിപ്പി വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് കാലത്തും അതേപോലെ തന്നെ വേനൽക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ഷമാം മിൽക്ക് ഷേക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷമാം ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് വാങ്ങിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലുള്ള ഈ ഒരു കുരു ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ ഫ്ലഷ് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഷമാമിൻ്റെ തൊലി ഇല്ലാണ്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ നല്ല തണുപ്പുള്ള പാല് ചേർക്കുക, അതല്ലെങ്കിൽ നമ്മൾ കട്ടപ്പാലുണ്ടല്ലോ, ഫ്രോസൺ മിൽക്ക്, നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്, ആ പാല് വേണം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുടിക്കുമ്പോൾ. അപ്പം നമുക്ക് ആവശ്യത്തിന് പാൽ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് വാനില ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും നല്ലതായിരിക്കും. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ഫ്രൂട്ടിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്തരം റെസിപ്പി വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും പുതിയ വീഡിയോസൊക്കെ കാണുക കേട്ടോ. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.